ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആപ്പിളിന്റെ iPhone 8 ആപ്പിൾ ഇപ്പോൾ ഒഫീഷ്യലി ഡിസ്കണ്ടിന്യൂ ചെയ്തൊരു ഫോണാണ്. ഈ ഫോൺ നിർത്താനുള്ള കാരണം എന്ന് പറയുന്നത് ആപ്പിളിന്റെ iPhone SE സെക്കൻഡ് ജനറേഷൻ ഇതിന്റെ ഒരു റീപ്ലേസ്മെന്റ് പോലെയാണ്. ഇതേ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഈ ഫോണിന് ഒരു ഡിമാൻഡും കാണത്തില്ല. അതുകൊണ്ടാണ് അവർ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഏതൊരു സ്റ്റോറി പോകാൻ നേരത്ത് iPhone 8ന്റെ പ്രൈസിങ് ആപ്പിൾ വെച്ചിരുന്ന ഒഫീഷ്യൽ പ്രൈസിങ്ങിന് അവർ സെല് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫോൺ എന്തായാലും എടുക്കരുത്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൈസ് റേഞ്ചിനെക്കാട്ടി കുറച്ചും കൂടെ കൂടുതൽ പ്രൈസ് റേഞ്ചിൽ നമുക്ക് iPhone SE സെക്കൻഡ് ജനറേഷൻ കിട്ടും. അപ്പോൾ അതിൽ തന്നെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ വീഡിയോ എന്തിനാണെന്നുള്ള സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ iPhone 8 എന്ന ഡിവൈസ് നിങ്ങൾക്ക് നല്ലൊരു ഡീല് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് iPhone 8 എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ iPhone 8ന്റെ പെർഫോമൻസും അതുപോലെ തന്നെ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം കാണും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ വീഡിയോ. നമ്മളോട് റിവ്യൂവിന് ഉപയോഗിച്ചിരിക്കുന്ന ഈ iPhone 8 2 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു ഫോണാണ്. അത് നമുക്ക് ഈ ഡിസൈൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം അതിനകത്ത് ഒരുപാട് സ്ക്രാച്ചസ് ഉണ്ട്. പക്ഷേ എന്നാലും ഈ സ്ക്രാച്ച് ഒക്കെ ഉണ്ടായിട്ടും ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിക്ക് അതൊരു പ്രശ്നവും വന്നിട്ടില്ല. ഇതിന്റെ ബട്ടൺസിനകത്തൊന്നും ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. നമ്മൾ ആദ്യം ഫോൺ എടുത്തപ്പോൾ എങ്ങനെയായിരുന്നു അതിന്റെ ഫീഡ്ബാക്ക്, അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഫീഡ്ബാക്ക്. പിന്നെ ഇതിന്റെ മ്യൂട്ട് സ്ലൈഡറിന് അതിനകത്തും കംപ്ലൈൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഹോം ബട്ടൺ ഉണ്ട്. ഈ ഹോം ബട്ടൺ വരുമ്പോൾ ഇതിന്റെ ഡിസൈൻ ഒരുപാട് ഡേറ്റഡ് ആയ ഒരു ഡിസൈൻ ആയിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. കാരണം ഒരുപാട് വലിയ ബെസൽസ് ആണ് ഈ ഫ്രണ്ടിൽ വരുന്നത്. പക്ഷേ എന്നാൽ ഈ ഹോം ബട്ടണിനകത്തും കംപ്ലൈൻറ്റ് ഒന്നും വന്നിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഫിസിക്കൽ ബട്ടൺ അല്ല, അതിന് പകരം ഒരു ഗ്ലാസ് പോർഷനാണ്. അതിൻ്റെ കൂടെ ഏറ്റവും നല്ല വൈബ്രേഷൻ സിസ്റ്റമായ ടാപ്റ്റിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മൾ ഈ ഗ്ലാസ് പോർഷൻ പ്രസ് ചെയ്യുന്നത് നമുക്കൊരു ബട്ടൺ പ്രസ് ചെയ്യുന്ന ഫീൽ തന്നെ കിട്ടും. അത് മാത്രമല്ല ഈ ഗ്ലാസ് പോർഷനകത്താണ് ടച്ച് ഐ ഡി വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഹോം ബട്ടണിനകത്താണ് ടച്ച് ഐ ഡി 2 വന്നിരിക്കുന്നത്. ഈ ടച്ച് ഐ ഡി 2 ഏറ്റവും ഫാസ്റ്റ് ആയ ഒരു ഫിംഗർ പ്രിന്റ് അൺലോക്ക് ആയിരുന്നു. ആപ്പിൾ ഏറ്റവും പെർഫെക്റ്റ് ചെയ്തൊരു ഫിംഗർ പ്രിന്റ് അൺലോക്ക് സിസ്റ്റം ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് അൺലോക്കിങ്ങിനകത്തും പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഇനി ഇതിനകത്തുള്ള ലൈറ്റ്നിങ് പോർട്ട്, അതാണ് ആ കൂടുതലൊരു പോർട്ട് എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. ഈ ലൈറ്റ്നിങ് പോർട്ട് നമ്മൾ ഈ 2 വർഷത്തോളം നമ്മൾ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ ചാർജിങ്ങിന് ഉപയോഗിച്ചിട്ടും ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്. പക്ഷേ ഈ ഫോണിന്റെ ഡിസൈൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബാക്കിലും ഫ്രണ്ടിലും ഗ്ലാസ് ആണ് വരുന്നത്. അത് മാത്രമല്ല ഈ സൈഡ് റെയിൽ എന്ന് പറഞ്ഞാൽ അലുമിനിയം റെയിലാണ്. അപ്പോൾ ഈ അലുമിനിയം റെയിലിനകത്ത് നല്ല രീതിയിൽ നമുക്ക് സ്ക്രാച്ചസ് എടുത്തറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ഗ്ലാസിലും ബാക്ക് ഗ്ലാസിലും സ്ക്രാച്ചസ് ഉണ്ട്. പിന്നെ ഈ ഹോം ബട്ടണിനകത്തും ആ ഏജ് അറിയിപ്പിക്കുന്നുണ്ട് ഫോണിൻ്റെ. പക്ഷേ ഇതിൽ തന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ ഒരുപാട് റഫ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നത്. അത് മാത്രമല്ല ഈ ഫോണിനകത്ത് ഒരു കേസോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ ഗാർഡോ ഒന്നും ഒട്ടിക്കാതെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇത്രയും സ്ക്രാച്ചസ് ഉള്ളത്. പക്ഷേ ഇത്രയും സ്ക്രാച്ച് ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞാണ് ബിൽഡ് ക്വാളിറ്റിക്കകത്ത് ഒരു ഇഷ്യൂസും ഇല്ല. അത് മാത്രമല്ല നിങ്ങൾ ഈ ഗ്ലാസും ഈ മെറ്റലും കൂടെ ജോയിൻ ആവുന്ന പോർഷൻ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഒരു തരത്തിലുള്ള ഗ്യാപ്പോ അല്ലെങ്കിൽ ഫോൺ വളയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല. വളരെ സ്ലിമ്മായ ഫോണാണ്, വളരെ വെയിറ്റ് കുറഞ്ഞൊരു ഫോണാണ്. അത് മാത്രമല്ല വളരെ കോമ്പാക്റ്റ് ഒരു ഫോൺ കൂടെയാണ്. എനിക്ക് ഈ ഫോണിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം അത് തന്നെയാണ്. ഇത്രയും കോമ്പാക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ കൈ കൊണ്ട് ഉപയോഗിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അത് iPhone 8ന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെ ആയിരുന്നു. പക്ഷേ ഇത് ചെറിയ ഫോണും അതിൻ്റെ കൂടെ തന്നെ ഈ വലിയ ബെസൽസ് ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും അറിയാവുന്നൊരു കാര്യം തന്നെയാണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് ചെറുതാണ്. ഇതൊരു 4.7 ഇഞ്ച് IPS LCD ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതൊരു AMOLED പാനലല്ല. അപ്പോൾ അത് മാത്രമല്ല ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1334x750 ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി 326 ppi ഉള്ളൂ. ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മാക്സ് ബ്രൈറ്റ്നസ് 625 nits ആണ്. അത് നല്ലൊരു കാര്യമാണ്. അത് മാത്രമല്ല ഇപ്പോൾ ഉള്ള ഫോൺസിൽ ഇല്ലാത്തൊരു ഫീച്ചർ ഇതിലുണ്ട്. അത് 3D ടച്ച് ആണ്. ഇപ്പോൾ 3D ടച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ നമ്മുടെ പ്രഷർ അനുസരിച്ച്, നമ്മൾ കൊടുക്കുന്ന പ്രഷർ അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിരുന്നു ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് തന്നെ. പക്ഷേ ഇത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഒന്നും അല്ലായിരുന്നു. എന്നാലും എനിക്ക് ഇത് യൂസ്ഫുൾ ആയ ഒരു ഫീച്ചർ തന്നെയായിരുന്നു. ഇനി ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേ AMOLED പാനൽ അല്ലെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രൈസ് റേഞ്ച് എടുക്കാൻ നേരത്തെ ഒരു 25,000 പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് ഇതിനെക്കാട്ടിയൊക്കെ ബെറ്റർ ആയ ഡിസ്പ്ലേ ഉള്ള ഫോൺസ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് ഈ ഫോണിൻ്റെ വലിയൊരു പോരായ്മ തന്നെയാണ്. പക്ഷേ എന്നാലും ഈ ഡിസ്പ്ലേ ഒട്ടും കൊള്ളത്തില്ലെന്നല്ല പറയുന്നത്. നമ്മളിപ്പോൾ ഒരു കമ്പാരിസൺ നടത്താതെ, അതും നിങ്ങൾക്ക് ചെറിയ ഡിസ്പ്ലേ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേക്കകത്ത് പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. കാരണം നല്ല വ്യൂയിങ് ആംഗിൾ ഉണ്ട്, പിന്നെ കളർ ആക്യുറസി ഒക്കെ പെർഫെക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കമ്പാരിസൺ നടത്താതെ നിങ്ങൾ ചെറിയ ഡിസ്പ്ലേ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടന്റ് ഒക്കെ എൻജോയ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. പക്ഷേ ഗെയിംസ് കളിക്കാൻ നേരത്ത് അവിടെ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഈ ഡിസ്പ്ലേ സൈഡിൽ നിന്ന് വരും. എന്നാലും പെർഫോമൻസിനകത്ത് ഇപ്പോഴും അതിനകത്ത് ഒരു ഇഷ്യൂസും ഇല്ല. ഈ iPhone 8 ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസർ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ A11 ബയോണിക് ചിപ്പാണ്. ഇതൊരു 10 നാനോമീറ്റർ ചിപ്പാണ്. പിന്നെ ഇവിടുത്തെ റാം എന്ന് പറഞ്ഞാൽ 2GB ആണ്. പിന്നെ സ്റ്റോറേജിൻ്റെ കാര്യം പറയുമ്പോൾ ബേസ് സ്റ്റോറേജ് 64GB ആണ്. പിന്നെ ഇതൊരു iPhone ആയതുകൊണ്ട് തന്നെ എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്പെക് ഷീറ്റ് കാണുമ്പം ഇത് അത്ര നല്ലതല്ലെന്ന് തോന്നുമെങ്കിലും ഇത് ആപ്പിൾ തന്നെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ്. അതായത് ആപ്പിൾ തന്നെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും പെർഫോമൻസിനകത്ത് ഒരു കുഴപ്പമില്ല. അതായത് ഈ ഫോൺ 2017 ഇറങ്ങിയ ഫോണാണ്. അപ്പോൾ ഇപ്പോൾ 3 വർഷത്തോളം ആയിട്ടുണ്ട് ഈ ഫോൺ ഇറങ്ങിയിട്ട്. എന്നിട്ടും പെർഫെക്റ്റ് ആയ ഒരു പെർഫോമൻസ് കിട്ടുന്നതെന്നുള്ളതാണ് ഈ iPhone 8ൻ്റെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ കാര്യങ്ങൾ, അതായത് നിങ്ങൾ ഹോം സ്ക്രീനിൽ കൂടെ ബ്രൗസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക, ഇൻസ്റ്റാഗ്രാമിൽ കൂടെ സ്ക്രോൾ ചെയ്യുക, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്താണ്. അത് മാത്രമല്ല ഇപ്പോൾ ഒരു ഹെവിയായ ഗെയിം ലോഡ് ചെയ്താൽ പോലും അതിനകത്ത് പോലും നിങ്ങൾക്ക് ലാഗോ അല്ലെങ്കിൽ ഒരു ഫ്രെയിം ഡ്രോപ്പോ ഒക്കെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് പെർഫെക്റ്റ് ആണ് പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോണം, ഡിസ്പ്ലേ ചെറുതായതുകൊണ്ട് ആ ഗെയിമിംഗ് എക്സ്പീരിയൻസ് അത്ര പെർഫെക്റ്റ് ആവണമെന്നില്ല. അത് മാത്രമല്ല ചിലപ്പോൾ എൻ്റെ ഈ യൂണിറ്റ് 2 വർഷത്തോളം ഒരു പഴയ യൂണിറ്റ് ആയതുകൊണ്ട് ആകാം
ഗെയിം കളിക്കാൻ നേരത്ത് ഒരു 10-20 മിനിറ്റൊക്കെ ആവാൻ നേരത്ത് ഫോൺ നല്ല രീതിയിൽ തന്നെ ചൂടാവുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ റാം 2 GB ആയതുകൊണ്ട് നിങ്ങൾക്ക് റാം മാനേജ്മെൻറ്റിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ മെമ്മറിയിൽ ഒരു 5 തൊട്ട് 7 ആപ്പ് വരെ ഓപ്പൺ ആയി കിടക്കും. അത് മാത്രമല്ല ഇപ്പോൾ ആപ്പ് പറഞ്ഞ് ഓപ്പൺ അല്ലെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ലോഡ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യത്തിനകത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പെർഫോമൻസ് സൈഡ് പെർഫെക്റ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് iPhone 8 ഇപ്പോഴും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് iOS 13.6 ആണ്. അതും എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇത് iOS 14 സപ്പോർട്ട് ചെയ്യും. അതും ഈ iOS 14ൻ്റെ സപ്പോർട്ട് ലിസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം പറയാൻ പറ്റും. ഈ iPhone 8 എന്ന് പറയുന്ന ഫോൺ നമുക്ക് ഇനിയും ഒരു 3 വർഷത്തോളം സോഫ്റ്റ്വെയർ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഫോണാണ്. മിനിമം 2 വർഷം കിട്ടും. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ സൈഡിനകത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പെർഫോമൻസ് സൈഡും സോഫ്റ്റ്വെയർ സൈഡും നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത നമുക്ക് ഡൗട്ട് വരുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ക്യാമറയാണ്. അപ്പോൾ ക്യാമറ ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ ഐഫോണിനകത്ത് ഈ iPhone 8 ബാക്കിൽ ഒരു ഒറ്റ ക്യാമറ ഉള്ളൂ. ഇത് ഒരുപാട് പുറത്തേക്കൊന്നും തള്ളി നിൽക്കുമല്ല. അത് മാത്രമല്ല ഇതിൻ്റെ ക്യാമറ ലെൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വലിയ സ്ക്രാച്ച് ഒന്നുമില്ല. അപ്പോൾ ഡ്യൂറബിലിറ്റി വെച്ചാൽ നല്ല രീതിയിൽ തന്നെ നിൽപ്പുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഈ ഡ്യൂറബിലിറ്റിയെക്കാട്ടിയും കൂടുതൽ താല്പര്യമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ ക്യാമറ വെച്ച് എങ്ങനെയാണ് ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യമേ തന്നെ ഈ ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ നോക്കാം. ഈ ബാക്കിലുള്ള ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതൊരു 12 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പച്ചർ f1.8 ആണ്. ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ഉണ്ട്. അത് കൂടാതെ ഇത് വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന മാക്സ് റെസൊല്യൂഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ 4K 60 FPS ആണ്. അത് ഈ ഫോണിൻ്റെ ക്യാമറയ്ക്കകത്ത് ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത് വീഡിയോ റെക്കോർഡിംഗ് തന്നെയാണ്. നമ്മൾ ഈ iPhone 8 വെച്ചെടുക്കുന്ന വീഡിയോസ് മിക്ക കോമ്പറ്റീഷൻ ഫോൺസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും ബെസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ് ഈ iPhone 8 വീഡിയോ ക്യാപ്ചറിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റെബിലൈസേഷൻ ഉള്ള വീഡിയോ ആണ്. അത് കൂടാതെ നല്ല ഡീറ്റെയിൽസും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ എടുക്കാനാണ് മെയിൻ കാര്യമെങ്കിൽ iPhone 8 എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇപ്പോഴും. പക്ഷേ ഫോട്ടോയുടെ കാര്യം വരാൻ നേരത്ത് നല്ല ലൈറ്റിങ്ങിൽ എടുത്താൽ നല്ല ക്വാളിറ്റി ഫോട്ടോസ് കിട്ടും. പക്ഷേ ലൈറ്റ് കുറയുന്നതനുസരിച്ച് ഫോട്ടോയുടെ ക്വാളിറ്റി ഒരുപാട് കുറയും. അത് നമുക്ക് നൈറ്റ് മോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇരുട്ടത്തൊക്കെ ഫോട്ടോ എടുത്താൽ ഒട്ടും ക്വാളിറ്റി ഇല്ലാതായിരിക്കും കിട്ടുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറയിലേക്ക് പോകാൻ നേരത്ത് ഇതൊരു 7 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പച്ചർ എന്ന് പറയുന്നത് f2.2 ആണ്. ഈ ഫ്രണ്ട് ക്യാമറ വെച്ചെടുക്കുന്ന സെൽഫീസ് ഇപ്പോഴത്തെ കോമ്പറ്റീഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാട്ടിയൊക്കെ ഒരുപാട് ബെറ്റർ ആയ സെൽഫീസ് ആണ്. അപ്പോൾ അത് ഈ ഫോണിനകത്ത് നല്ലതായിട്ട് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് iPhone 8 ക്യാമറയുടെ കാര്യങ്ങൾ. അത് നമുക്കിവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറയ്ക്കകത്ത് ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ്, അതായത് നമ്മുടെ ബാക്ക് ക്യാമറ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് വീഡിയോ റെക്കോർഡിംഗ് ആണ്. പിന്നെ ഫ്രണ്ട് ക്യാമറയുടെ സ്ട്രോങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സെൽഫി എടുക്കുന്നതിനകത്ത് കോമ്പറ്റീഷനായിട്ട് പിടിച്ചിരിക്കുന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഫോൺസിനകത്ത് ഒരു 2-3 ക്യാമറ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തൊക്കെ അൾട്രാ വൈഡ് ആംഗിൾ ഷോട്ട് അല്ലെങ്കിൽ നമുക്കൊരു പോർട്രേറ്റ് ഷോട്ടോ അല്ലെങ്കിൽ ഒരു ടെലിഫോട്ടോ ഷോട്ടൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ iPhone 8 വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ ഫോണിനകത്ത് ഏറ്റവും വലിയൊരു വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 1821 mAh ആണ്. അപ്പോൾ ഇതൊരു ചെറിയ ബാറ്ററിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് അത്ര നല്ലതൊന്നുമല്ല. അത് മാത്രമല്ല ഞാൻ ഇവിടെ റിവ്യൂവിന് ഉപയോഗിച്ചിരിക്കുന്ന ഈ യൂണിറ്റിൻ്റെ ബാറ്ററി ഹെൽത്ത് 100% അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ സ്ക്രീൻ ഓൺ ടൈം ഒരു 3 മണിക്കൂറിനും 3.5 മണിക്കൂറിനും ഇടയ്ക്ക് മാത്രമാണ്. അപ്പോൾ അത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ എനിക്ക് ഒരു ദിവസത്തേക്ക് ലാസ്റ്റ് ചെയ്തില്ല. ഒരു വൈകിട്ട് 7 മണിയൊക്കെ ആകുമ്പോൾ തന്നെ വീണ്ടും ചാർജ് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഹെവി യൂസ് ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊരു ആവറേജ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് നിൽക്കും. പിന്നെ ഒരു ലൈറ്റ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 ദിവസത്തേക്ക് നിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് ചാർജിങ് കാര്യങ്ങൾ പറയാൻ നേരത്ത് ഇതിനകത്ത് നമുക്ക് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. പക്ഷേ ഇത് ആപ്പിൾ iPhone ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ചാർജർ എന്ന് പറഞ്ഞാൽ 5 വാട്ട് ചാർജറാണ്. അപ്പോൾ അത് വെച്ച് നിങ്ങൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ 0% നിന്ന് 100% എത്താൻ 2.5 മണിക്കൂറോളം സമയമെടുക്കും. പിന്നെ ഇതിൻ്റെ സ്പീക്കേഴ്സിൻ്റെ കാര്യം നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. ഈ ഫോണിനകത്ത് നമുക്ക് ഡ്യുവൽ സ്പീക്കർ സെറ്റപ്പാണ് കിട്ടുന്നത്. അതായത് ഇയർ പീസും സ്പീക്കറാണ്. അതുപോലെ തന്നെ ഈ താഴെ കാണുന്നതും സ്പീക്കർ തന്നെയാണ്. അത് ഇതിൻ്റെ സ്പീക്കർ ഔട്ട്പുട്ട് കുഴപ്പമില്ലാത്തതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൗഡ്നെസ് ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടന്റ് ഒക്കെ ഇതിൻ്റെ ലൗഡ് സ്പീക്കറിനകത്ത് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇയർ പീസിന് നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് കോളിങ്ങിനും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ iPhone 8 കിട്ടുന്നത്. ഇനി അവസാനമായിട്ട് എടുത്ത് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഫോൺ IP67 റേറ്റഡ് ആണ്. അപ്പോൾ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആയ ഒരു ഫോണാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. സാറിന് നമുക്ക് ചില ഫോൺസിനകത്തൊന്നും ഈ ഫീച്ചർ കൊടുക്കത്തില്ല. അപ്പോൾ അത് ഒരു വലിയ കാര്യമാണ്. അത് കൂടാതെ അതിനകത്ത് NFC ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആപ്പിൾ പേക്ക് ഈ ഫോൺ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ബ്ലൂടൂത്ത് വേർഷനിൽ സംശയം ഉണ്ടെങ്കിൽ ഇത് ബ്ലൂടൂത്ത് വേർഷൻ 5 ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒറ്റ സിമ്മേ ഉപയോഗിക്കാൻ പറ്റൂ. അതൊരു നാനോ സിം കൂടിയായിരിക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ iPhone 8 മൊത്തമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇത്ര നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ iPhone 8 ഇപ്പോൾ 2020 പകുതി ആയപ്പോഴും നല്ലൊരു ഫോൺ തന്നെയാണ്, നല്ലൊരു ഓപ്ഷനാണ്. മിക്ക ഫോൺസിനെക്കാട്ടിയൊക്കെ നല്ല രീതിയിൽ തന്നെ മികച്ച നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒഫീഷ്യൽ പ്രൈസിങ്ങിന് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫ്ലിപ്കാർട്ട് കണക്കത്തെ ഒരു സൈറ്റിനകത്തൊക്കെ ഒരു 39,000 പ്രൈസ് റേഞ്ച് നിങ്ങൾ ഇത് കാണുവാണെങ്കിൽ ഒരിക്കലും ഇത് എടുക്കരുത്. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് ഫോണായ iPhone SE സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ iPhone SE 2020 എന്ന് പറഞ്ഞ ഫോൺ ഇപ്പോൾ ഉണ്ട്. അത് ഇതിനെക്കാട്ടിയും ബെറ്റർ പെർഫോമൻസ് വരുന്നൊരു ഫോണാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഉപയോഗിച്ചിരുന്ന പ്രൊസസ്സർ ഏറ്റവും പുതിയ പ്രൊസസ്സറാണ്. അതും ഇതുപോലെ തന്നെയാണ് അത് കാണാനിരിക്കുന്നത്. കാരണം ഇതേ ഫോം ഫാക്ടറാണ് അതിന്. അപ്പോൾ ആ പ്രൈസിനാണ് ഇത് സെല് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൈസിന് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഒരിക്കലും ഈ iPhone 8 എടുക്കരുത്. അതും iPhone 8 എടുക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ നല്ല ഡീൽ ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. അതായത് നിങ്ങൾക്ക് ഒരു 25,000 അല്ലെങ്കിൽ 30,000 റേഞ്ചിലൊക്കെ വരുവാണെങ്കിൽ എന്നാൽ തരക്കേടില്ല. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ഫോണാണ് എടുക്കുന്നതെങ്കിൽ ബാറ്ററി ഹെൽത്തിനകത്ത് ശ്രദ്ധിച്ചോണം. കാരണം ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് മോശമാണ്. അപ്പോൾ ബാറ്ററി ബാക്കപ്പ് മോശമായതുകൊണ്ട് തന്നെ ബാറ്ററി ഹെൽത്ത് ഒരുപാട് കുറഞ്ഞ ഫോണാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നം വരും. അത് വളരെ നോക്കി വേണം എടുക്കാൻ. പിന്നെ നിങ്ങളിപ്പോൾ ഒരു iPhone 8 ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ കണക്കാണ് ഇനിയും സോഫ്റ്റ്വെയർ സപ്പോർട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, വളരെ നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 2 വർഷത്തേക്കൊക്കെ ഇനിയും തിരക്കിടില്ലാൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ എന്ന് പറയുന്നത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.